ഞാൻ അവിടെ തേഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇനി നീ വേറെ ആളൊന്നും നീ ഇനി നോക്കണ്ട, നിന്റെ നോട്ടമൊക്കെ കൊള്ളാം, മതിയായി. ഇനി ഞാൻ കണ്ടുപിടിച്ചെന്നോളാം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അമ്മ അത് വേണ്ട, എത്ര തേഞ്ഞാലും ഞാൻ തന്നെ കണ്ടുപിടിക്കുള്ളൂ എന്ന് അമ്മ എടുത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ സിനിമ ചേരുമ്പോൾ നിനക്ക് വേണ്ടി നിനക്ക് കറക്റ്റ് ആളിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പൊ സ്വാഭാവികം നിനക്കും കറക്റ്റ് ആളിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ചേട്ടനെ നോക്കാൻ അല്ല ശരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല. ഇല്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. അപ്പൊ ആ ഒരു കോംപ്രമൈസിൽ നിങ്ങൾ നിൽക്കാണ് രണ്ടുപേർക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഡോഗ്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. അങ്ങനെ ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അയാൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും, ഈ പെൺകുട്ടി ചേട്ടനെ കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നോർമലി ഉള്ളവരെക്കാളും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഒരുമിച്ച് ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആളെങ്ങനെയാണ് ഇപ്പം ഒരു സാധനത്തിനോടുള്ള അപ്രോച്ച് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റില്ല ചേച്ചി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സംഭവം ഉണ്ട്. ഡാൻസ് കാണാൻ നല്ല ഭംഗി, പിന്നെ പട്ടികളൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചേമേ ഇനി പെങ്കൊച്ച് കല്യാണം കഴിയുമ്പോൾ പട്ടിയെ വളർത്തണ്ടെന്ന് വല്ലതും പറയുമോ എന്തോ എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര കണ്ടീഷൻസ് ആണ്. പപ്പ അമ്മയൊക്കെ പട്ടിയെ വളർത്തുന്നത് ഇന്ന സമയത്ത് നോക്കണം, ഇങ്ങനെ കൂട്ടിൽ നിന്ന് അടിച്ച് ഞാൻ തന്നെ വിടണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. വളർത്താൻ സമ്മതിക്കൂലായിരുന്നു. അപ്പം സൗഭാഗ്യം ഭയങ്കരമായിട്ട് പട്ടിയെ നോക്കുന്നു. ഞാൻ വെച്ചേ ഇതിൽ കുറച്ച് ചെറുതായിട്ട് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തി എന്റെ കാര്യങ്ങളൊക്കെ ശരി.